പ്രിയ സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ, ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോൾ രാജ്യത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരിക്കണം, ഇവിടുത്തെ ജുഡീഷ്യറി എങ്ങനെ പ്രവർത്തിക്കണം, സാമ്പത്തിക കാര്യങ്ങൾ, ചേരിചേര രാഷ്ട്രങ്ങളുമായ നയരൂപീകരണ സംവിധാനങ്ങൾ എന്ന് തുടങ്ങി നമ്മുടെ രാജ്യത്തിന് ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ ഇന്ത്യക്ക് മുഴുവനായ ഒരു കവറേജ്, ഒരു പാക്കേജ് ഉണ്ടാവണം. അതൊരു സുരക്ഷിതത്വ കവചമാണ്. ആ കവചമാണ് ഓരോ പൗരന്റെയും കവചമായി മാറുന്ന ഭരണഘടന. ആ ഭരണഘടന രൂപം കൊണ്ടിട്ട് ഇന്ന് 75 വർഷം പൂർത്തിയാകും. സ്വാതന്ത്ര്യം കിട്ടി 2 വർഷത്തിന് ശേഷമാണ് നമ്മൾക്ക് ഭരണഘടന രൂപീകൃതമാകുന്നത്. ഇതിനു മുമ്പ് ഭരണഘടന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മുടെ ഭരണഘടനയിൽ ചില ആർട്ടിക്കിളില് ബ്രിട്ടീഷുകാർ അനുവർത്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇപ്പോഴും നമ്മുടെ ഭരണഘടനയിലുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ആ ഭരണഘടന അന്ന് ആ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന വളരെ വ്യക്തമായി നമ്മൾക്കറിയാം, കോടതികളിലെ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ 10 പേർ രക്ഷപ്പെട്ടാലും ഒരാൾ പോലും, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് പറയുന്ന ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന. എന്ന് പറഞ്ഞാൽ അത്ര പോലും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കണം. ഒരു രീതിയിലും ഒരു പൗരന് ശാരീരികമോ മാനസികമോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. കുറ്റം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടണം. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ യാഥാർത്ഥ്യമാക്കുകയും വേണം. അതിനുവേണ്ടിയാണ് നമുക്ക് ഭരണഘടന. ഭരണഘടനയുടെ ആമുഖത്തില് ഓരോ കാര്യങ്ങളിൽ നമ്മൾ എടുത്താൽ നമുക്ക് ഇന്ത്യയുടെ പൗര ധ്വംസനങ്ങൾ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നതും ഭരണഘടനയുമായി യാതൊരു വിധത്തിലും ബന്ധമില്ലാത്ത രീതിയിലാണ്. ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ജുഡീഷ്യറി നിലനിൽക്കുന്നത്, നമ്മുടെ പോലീസ് സംവിധാനം നിലനിൽക്കുന്നത്, നമ്മുടെ രാജ്യരക്ഷ നിലനിൽക്കുന്നത്, നമ്മുടെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും തുടങ്ങി സർവ്വ മേഖലകളിലും നിലനിൽക്കുന്നത്, തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, മതവിശ്വാസമുള്ളത്, അത് അനുവർത്തിക്കുന്നത്, ഏത് മേഖലയും ഭരണഘടന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ 1ാം മോഡി ഗവൺമെന്റ്, ഇപ്പൊ 2ാം മോഡി ഗവൺമെന്റിന്റെ ഭരണം ഏപ്രിൽ മാസം കഴിഞ്ഞാൽ 3ാം മോഡി ഗവൺമെന്റ് വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അവർക്കത് പറയാം. കാരണം ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥ, സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ബിജെപിക്കെതിരെ ഒരു പ്രതിപക്ഷ ഐക്യനിര ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇടതുപക്ഷങ്ങൾക്കോ സോഷ്യലിസ്റ്റ് പാർട്ടികൾക്കോ മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരു ഏകീകൃത മനസ്സോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇന്ത്യ എന്ന ഒരു രാഷ്ട്രീയ മുന്നണി പല ആളുകളായി നമ്മൾ കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു മുന്നണി, ഒരു പ്രതിപക്ഷ ഐക്യ നിര രൂപപ്പെടാത്തത്? 16-17 പാർട്ടികൾ അതിശക്തമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 16 പേർക്കും പ്രധാനമന്ത്രിമാരാവണം. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഒരാൾക്കേ പ്രധാനമന്ത്രിയാവാൻ പറ്റൂ. പക്ഷെ 16 പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത്
ഞങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രിമാരാവണം. മോഡി പറയുന്നു. അതുപോലെ തന്നെ ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ പറയുന്നു, ലാലു പ്രസാദ് യാദവ് പറയുന്നു. അങ്ങനെ എല്ലാ വിധത്തിലുള്ള നേതാക്കന്മാരും കോൺഗ്രസും ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. CPM പോലും പ്രധാനമന്ത്രി കസേര വേണമെന്ന് കേരളത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുക. ഇവിടെ എവിടെയാണ് ഒരു പ്രതിപക്ഷ നിര ഐക്യപ്പെട്ടുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടത്തിനെതിരായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? സാധ്യമല്ല. കേരളത്തിൽ നമ്മള് പാർട്ടിയുടെ ദേശീയ നേതൃത്വമായിട്ടും ചില പാർട്ടിയുടെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുമായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാര് സംസാരിച്ചപ്പോൾ അവര് പറയുന്ന വിചിത്രമായ ചില കഥകളാണ് കേൾക്കാൻ കഴിഞ്ഞത്. അവര് പറയുന്നത് BJP-നെ എതിർക്കണമെന്ന്. ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഒന്നും പ്രശ്നമല്ല എന്നാ പറയുന്നത്. ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. കേരളത്തില് ഞങ്ങൾ LDF UDF മുന്നണി, അതല്ലെങ്കിൽ അപ്പുറത്തെ പ്രാദേശിക പാർട്ടികൾ, കർണാടകയിൽ BJP-യും കോൺഗ്രസുമായി മത്സരിക്കുന്നു. അപ്പൊ 3 സംസ്ഥാനങ്ങളിൽ ഇതിന് ആവശ്യമില്ല. അതുകൊണ്ട് SDPI ഇപ്പൊ ചർച്ചയ്ക്ക് വേണ്ട, നിങ്ങൾ സഹായിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ഈ രീതിയിൽ ഇവിടുത്തെ കോൺഗ്രസുകാര്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാര് ഒക്കെ പറയുന്നു. ഞാനിത് സൂചിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ ഇവിടെ സൂചിപ്പിക്കും. നമ്മൾ ഇന്ന് മുദ്രാവാക്യം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഇന്ന് കേരളത്തിൽ വ്യാപകമായി ഇതുപോലെയുള്ള സായാഹ്ന സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി കുറെ കാലങ്ങളായി പറഞ്ഞു നടക്കുന്നത് ഞാനാണ് ഇന്ത്യയുടെ കവചം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്യാരണ്ടി. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഏതെങ്കിലും വിധത്തിൽ മുഖവിലേക്ക് എടുക്കാൻ സാധിക്കുമോ? ഞാനാണ് ഗ്യാരണ്ടി. നമ്മൾ പറയുന്നു അല്ല, മോഡിയല്ല ഗ്യാരണ്ടി, ഭരണഘടനയാണ് ഗ്യാരണ്ടി. കാരണം പൗരനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഭരണഘടനയാണ്. അല്ലാതെ ഒരു വ്യക്തി, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയായതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനായി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ? സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുമോ? തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? രാജ്യത്തെ ചേരിചേരാ നയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ പറ്റുമോ? തൊഴിൽ സമൂഹത്തിനെ സംരക്ഷിക്കാൻ പറ്റുമോ? ആർക്കാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്? കോർപ്പറേറ്റുകൾക്കാണ് നരേന്ദ്രമോദി ഗ്യാരണ്ടി. കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് പല കടകളും നമ്മൾ നോക്കിയാൽ കാണാം, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം കടമുറി കച്ചവടം. ഇത് കട കാലിയാക്കൽ, അല്ലെങ്കിൽ 50% ഡിസ്കൗണ്ടിലെ കച്ചവടം. എന്താണ് എന്നെ കേൾക്കുന്ന പല കച്ചവടക്കാരും ഇതിനകത്തുണ്ട്. എന്താണ് നിങ്ങളുടെ ബുദ്ധിമുട്ട്? കച്ചവടമില്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചു പോണം. ഇനി നഷ്ടത്തിൽ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങള് ഉള്ള കാശ് കിട്ടി അത് വാങ്ങി പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഇതുപോലെ ഇന്ത്യയിലുള്ള കുത്തകകൾ ചെറുകിട വ്യാപാര മേഖലയിലേക്ക് കടന്നു വരുന്നു? ആ ചെറുകിട വ്യാപാര മേഖലയിൽ നമ്മൾ നോക്കിയാൽ പലചരക്ക് വിൽപ്പന, സൂപ്പർ മാർക്കറ്റ് ആരുടെ കയ്യിലാണ്? ചെറുകിട തുണിക്കടകളെ വിട്ട് ഇന്ന് വലിയ ഷോറൂമുകൾ വരുന്നു. ആരുടെയാണ്? സ്വർണ്ണ കച്ചവടം ആരാണിന്ന് നടത്തുന്നത്? സിമന്റ് കച്ചവടം ഇന്ന് ആരാണ് നടത്തുന്നത്? ഇതെന്തിന്? മെഡിക്കൽ ഷോപ്പുകൾ പോലും കോർപ്പറേറ്റുകളുടെ കയ്യിലല്ലേ? എന്താണ് കോർപ്പറേറ്റുകൾ ചെയ്യാത്തത്? ആശുപത്രികൾ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. ഇങ്ങനെ സ്വകാര്യ മേഖലയിൽ വരുന്ന വൻകിട കുത്തകകളെ മുഴുവൻ സഹായിക്കുകയും അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുകയും ചെയ്യലാണ് വിഴിഞ്ഞം അദാനി പോർട്ടാണിപ്പോ. സംസ്ഥാന സർക്കാരിന്റെ പണം, ഞാനും നിങ്ങളും അടയ്ക്കുന്ന പണം, ആ പണത്തിന്റെ അംശം കൊണ്ടുപോയി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സ്വകാര്യ കുത്തകൾക്ക് കൊടുത്ത് വിഴിഞ്ഞത്ത് പോർട്ട് വന്നപ്പോൾ അത് അദാനി പോർട്ടായി. പക്ഷേ ആ അദാനി പോർട്ടിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ, ആരാധനാലയങ്ങൾ,
വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ സ്പെഷ്യൽ സോണായി പ്രഖ്യാപിച്ചു. ഒഴിഞ്ഞു പൊക്കോണം, നോട്ടീസ് തരും. ഇപ്പോ ആ അദാനി പോർട്ട് എനിക്കോ നിങ്ങൾക്കോ സാധാരണക്കാർക്കോ എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. തിരുവനന്തപുരം എയർപോർട്ട് ആരുടെ കയ്യില? അദാനിയുടെ കയ്യില. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആകാശവും ഇവിടുത്തെ ഭൂമിയും ഇവിടുത്തെ കടലും ഉൾപ്പെടെ വനം ഉൾപ്പെടെ സർവ സംവിധാനങ്ങളും പ്രകൃതിയെ മൊത്തമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക്. അവിടെ ഗ്യാരണ്ടി നരേന്ദ്രമോദിയാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ നിൽക്കും. ഇപ്പോ ഒരു കോടതി വിധി വന്നതിന് ശേഷമാണല്ലോ അദാനിയുടെ ഷെയർ മാർക്കറ്റ് ഉയർന്നത്. സുപ്രീം കോടതിയുടെ വിധി അനുകൂലമായതുകൊണ്ട് അത് പ്രതികൂലമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തന്നെ തകർന്നു പോയേനെ. അങ്ങനെ കോർപ്പറേറ്റുകളെ നിലനിർത്തുകയാണ്. ആ വിധിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഷെയർ മാർക്കറ്റ് ഉയർന്നത്. ആ ഷെയർ വാല്യൂ ഉയർന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇതുപോലെ ചെറുകിട കച്ചവടക്കാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങി നമ്മുടെ കേരളത്തില് പത്തനംതിട്ട ജില്ലയിൽ എടുത്താൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരികൾ എവിടേക്കാണ് പോണത്? യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ്. പണ്ട് സൗദിയിൽ പോയാല്, ബഹ്റിനിൽ പോയാൽ, കുവൈറ്റിൽ പോയാൽ പണിയെടുത്ത് പ്രവാസിയായി തിരിച്ചു വരും. പക്ഷെ ഇന്ന് UK പോണവൻ, ഓസ്ട്രേലിയയിൽ പോണവൻ തിരിച്ചു വരില്ല. കാരണം അവിടെ പൗരത്വം എടുക്കുകയാണ്. ഇവിടെ ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ ഭരണകർത്താക്കളായ പിണറായി വിജയനും നരേന്ദ്രമോദിക്കും കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം നേടാനും വിദ്യാഭ്യാസം നേടി തൊഴിൽ നേടി കുടുംബവുമായി അവരവിടെ തങ്ങുന്നു. ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിലിന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നടത്തിയ സ്വീകരണ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് ശങ്കരാശ്ശേരി രൂപത അധ്യക്ഷൻ പറഞ്ഞത്, കേരളത്തിലൊക്കെ ചെറുപ്പക്കാർ എവിടെ പോണു? എല്ലാ സമുദായത്തിലും പെട്ട ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നേഴ്സായിട്ട്, ഡോക്ടറായിട്ട്, എഞ്ചിനീയറായി, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകളിലുള്ളവരെല്ലാം ഇതാ നമ്മുടെ നാട് വിട്ടുപോണു. കാരണം തൊഴിലില്ല, സാമ്പത്തിക പരാജയം. ആ പരാജയമുള്ളത് കൊണ്ട് ഗവൺമെന്റ് ഇടപെടണം. പിണറായി വിജയൻ എന്താ പറഞ്ഞത്? കേരളത്തിൽ നിന്ന് ആരും പോണില്ല, കേരളത്തിലൊരു കുഴപ്പവുമില്ല. ഇത്രത്തോളം ഒരു മുഖ്യമന്ത്രിക്ക് ചേരാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ, കേരള ജനതയെ അപമാനിക്കുന്ന തൊഴിൽ കൊടുക്കുന്നുണ്ടോ? എന്തിന് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? KSRTCയിൽ ശമ്പളം കൊടുക്കുന്നുണ്ടോ? സർക്കാരിൽ നിന്ന് ശമ്പളം കിട്ടുന്നത് പോലീസിനും വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിനും ഡോക്ടർമാർക്കും മാത്രം. നഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. മാസങ്ങളായി പെൻഡിംഗ് ആണ്. എന്നിട്ട് പറയുന്നത് കോൺട്രാക്ടർമാരൊക്കെ നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുക. കാരണം 10-100 കോടി രൂപ കിട്ടാനുള്ള കോൺട്രാക്ടർമാർ ട്രഷറിയിൽ ചെല്ലുമ്പോൾ 1 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഈ 1 ലക്ഷം രൂപ കൊണ്ട് ഒരു കോൺട്രാക്ടർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവന്റെ അന്നോ ഓടാനുള്ള വണ്ടിയുടെ ഡീസൽ കാശ് കിട്ടുമോ? കേരളത്തിൽ ഭരണപരാജയം എല്ലാ മേഖലയിലും നിലനിൽക്കുകയാണ്. കാരണം ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ പോയില്ല. ഇനി മുഖ്യമന്ത്രി പോയിട്ട് ഗവർണർ, കേരളത്തിന്റെ ഗവർണർ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഇന്നലെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നു. ആ സമ്മേളനത്തിൽ പ്രസംഗിച്ചത് എത്ര? 1.5 മിനിറ്റാണ്. ഒരു നയരൂപീകരണ നിയമവ്യവസ്ഥിതി ഉണ്ടാക്കുന്ന നിയമസഭയിൽ സംസ്ഥാനത്തിന്റെ ഗവർണർ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുന്ന, ഭരണഘടനയെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ നിയമസഭയിൽ പ്രസംഗിച്ചത്. കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യവും അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഭരിക്കുന്ന ഗവൺമെന്റുമായി ചില ആശയവ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ അത് അനുഭവിക്കേണ്ടതാരാ? ഇവിടുത്തെ ജനങ്ങൾ.
ഫയലുകൾ മാസങ്ങളോളം പിടിച്ചു വയ്ക്കുന്നു, ഫയൽ ഒപ്പിടാതെ തിരിച്ചയക്കുന്നു, വീണ്ടും അത് കോടതിയിൽ പോകേണ്ടി വരുന്നു. ഇത് BJP ഒരു ടൂളായി പ്രവർത്തിക്കുകയാണ്. നമ്മൾ പറയുന്നത് ഒരു ഉപകരണമാണ്. ആ ഉപകരണമായതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ നിയമസഭയിൽ 1.5 മണിക്കൂറല്ല 2.5 മണിക്കൂർ പ്രസംഗിക്കേണ്ടതാണ്. അതിന് മാത്രമുണ്ട് അതാണ് 60 ഷീറ്റ് മറ്റേണ്ട്, അത് മുഴുവൻ വായിക്കേണ്ടതാണ്. പക്ഷെ നിയമപരമായി മുഴുവൻ വായിക്കണമെന്ന് നിർബന്ധമില്ലാത്തത് കൊണ്ട് ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും വായിച്ച് അവസാനിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടനയോട് നീതി കാണിക്കാത്ത ഗവർണർ, ഇന്ത്യയിലെ ജനങ്ങളോട് നീതി കാണിക്കാത്ത ഭരണാധികാരികൾ. ഇവിടെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. തൃശ്ശൂർ നമ്മൾ കണ്ട് 3-ാം തീയതി അദ്ദേഹം ഒരു സ്ത്രീ ശാക്തീകരണ പരിപാടിയിലാണ് പങ്കെടുത്തത്. ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതെന്താ? 18 പ്രാവശ്യമാണ് പറയുന്നത് ഞാൻ ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി. എന്തോ ലക്ക വല്ല വിലയുണ്ട ആ ഗ്യാരണ്ടിക്ക്? ഒരാളുടെ വിശപ്പ് വെക്കാനുള്ള ഒരു സംവിധാനം, ഒരാൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള അവകാശം അത് സൃഷ്ടിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല. എന്താണ് അവിടെ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയുകയാണ്, പക്ഷേ ഇത് ഒന്നാം മോഡി ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയേ. അന്ന് എന്താ പറഞ്ഞത്? കള്ളപ്പണം മുഴുവൻ ഞാൻ തിരിച്ചു കൊണ്ടുവരും. സ്വിസ് ബാങ്കിന്റെ ഒക്കെ താക്കോൽ എന്റെ കയ്യിൽ കിട്ടി, ഞാനിപ്പോ തുറക്കും, കൊണ്ടുവരും. കൊണ്ടുവന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് 15 ലക്ഷം രൂപ മുഴുവൻ ആളുകൾക്കും 15 ലക്ഷത്തിൽ കുറയില്ലാന്നാ പറഞ്ഞത്. 15 പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന അപ്പൊ തന്നെ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? രാജ്യത്ത് പറയുന്നത് മുഴുവൻ ശുദ്ധ കൊലയാണ്. അതെന്തിനു വേണ്ടിയാ? ഫാസിസ്റ്റ് ശക്തികളെ തൃപ്തിപ്പെടുത്തണം, അവരെ കൂടെ നിർത്തണം, കോർപ്പറേറ്റുകളെ സഹായിക്കണം. എന്നിട്ട് ബാക്കിയുള്ള ഈ ഗ്യാരണ്ടികൾ, സ്ത്രീ സുരക്ഷാ സംവിധാനം പറഞ്ഞു 33% പാർലമെന്റിൽ നിയമമൂലം പാസാക്കി. എത്ര പേർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്? എത്ര പേര് നിയമസഭയിലുണ്ട്? എത്ര പേര് പാർലമെന്റിലുണ്ട്? എന്താ കൊടുക്കാത്തത്? ഞാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ബലൂൺ കുത്തിപ്പൊട്ടിക്കുന്നത് പോലെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഇവിടെ പറഞ്ഞു, ഇത് പറയുന്നത് ഞങ്ങൾ ശൗചാലയങ്ങൾ കൊടുത്തു. നല്ല കാര്യമാ, ശൗചാലയങ്ങൾ കൊടുക്കണം. കാരണം അതൊരു ഭരണാധികാരിയുടെ ചുമതലയാണ്. ഇവിടെ പറഞ്ഞത് ജനുവരി 3-ാം തീയതി പ്രസംഗത്തിൽ പറഞ്ഞത് 10 കോടി ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ കൊടുത്തു. 10 കോടി. നമ്മുടെ രാജ്യത്ത് എത്ര കോടി ജനമാ? 130 കോടിയിലധികമായി. 130 കോടിയിലധികം ജനങ്ങളെടുത്ത് 10 കോടി ജനത്തിന് ഞാൻ ഗ്യാസ് കണക്ഷൻ കൊടുത്തു എന്ന്. അത് കഴിഞ്ഞ് പറയാം 11 കോടി ആളുകൾക്ക് പൈപ്പിൽ കൂടി ശുദ്ധജലം കൊടുത്തു. ഞാൻ ഗ്യാരണ്ടിയാ. 11 കോടി 140 കോടിയോളം വരുന്ന ജനങ്ങൾക്ക് അതിൽ നിന്ന് 11 കോടി ആളുകൾക്ക് ഞങ്ങൾ ശുദ്ധജലം കൊടുത്തു. ബാക്കിയുള്ളവർക്കൊന്നും ശുദ്ധജലം ഇതുവരെ കിട്ടിയിട്ടില്ല. നോർത്ത് ഇന്ത്യയിൽ ഇത് ആവശ്യമാണ്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. കാരണം അവർ അത്രത്തോളം നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നോർത്തിലൊക്കെ നമ്മൾ ചെന്നാൽ ചില മേഖലകളിൽ നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകളായിട്ടുള്ള നേഴ്സ്, ടീച്ചറൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർ, അവരോടൊക്കെ പലപ്പോഴും സംസാരിക്കേണ്ടി വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ 5 ലിറ്ററിന്റെ മിനറൽ വാട്ടറിന്റെ കുപ്പി മേടിച്ചിട്ട്, ബോട്ടൽ മേടിച്ചിട്ടാണ് കുളിക്കുന്നത്. അപ്പൊ എത്ര ദിവസം അവർ കുളിക്കും? എത്രത്തോളം വെള്ളം അവർ ഉപയോഗിക്കും? ഇവിടെ എന്റെ മുമ്പില് ഒരുപാട് സ്ത്രീ സഹോദരിമാരുണ്ട്. 5 ലിറ്റർ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് കുളിക്കാൻ പറ്റുമോ? തുണി കഴുകാൻ പറ്റുമോ? ഒരു ദിവസം അത് ശമ്പളത്തിൽ നിന്ന് കൊടുത്തിട്ട് വാങ്ങിയിട്ട് വേണം ആ വെള്ളം ഉപയോഗിക്കാൻ. അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ഇത് കൊടുത്തത് നല്ല കാര്യമാണ്, നമ്മളത് മോശമായി പറയുന്നില്ല. അതുപോലെ തന്നെ 12 കോടി കുടുംബങ്ങൾക്കാണ് ശൗചാലയങ്ങൾ കൊടുത്തു എന്ന് പറയുന്നത്. അപ്പൊ 12 കോടി ജനങ്ങൾക്ക് ശൗചാലയം കിട്ടിയെങ്കിൽ ഇനി എത്രയോ ആളുകൾക്ക് കിട്ടാനുണ്ട്. പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ
നോർത്ത് ഇന്ത്യയിൽ വേണ്ട, സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിന്റെ ചില ഉൾമേഖലകളിലേക്ക് പോയാൽ പോലും നേരം വെളുക്കുന്നതിന് മുമ്പ്, നേരം വെളുത്താലല്ല പകൽ സമയം മുഴുവൻ രാത്രി മാത്രമാണ് അവർക്ക് മലമൂത്ര വിസർജനത്തിന് പോകാൻ സാധിക്കുക. പുരുഷന്മാർക്ക് ചിലപ്പോൾ കുറച്ചൊക്കെ സൗകര്യങ്ങൾ കിട്ടും, പക്ഷെ സ്ത്രീകൾ എന്ത് ചെയ്യും? അങ്ങനെയുള്ളൊരു നാടാണ് ഇന്ത്യ. ആ ഇന്ത്യയിലാണ് ഇതുപോലെ 12 കോടി ആളുകൾക്ക് ബാത്റൂം കൊടുത്തു എന്ന് പറയുന്നത്. നല്ല കാര്യം, അവർക്കെങ്കിലും മനസമാധാനത്തോടു കൂടി പകല് ബാത്റൂമിൽ പോകാനായി അവസരമുണ്ടായി. അതുപോലെ പറയുന്ന 50 ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുത്തു എന്ന്. എന്തിനാ ബാങ്ക് അക്കൗണ്ട്? നേരത്തെ പറഞ്ഞ 1-ാം മോഡി ഗവൺമെന്റ് പറഞ്ഞ് 15 ലക്ഷത്തിലധികം രൂപ ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴാണ് അക്കൗണ്ട് എടുപ്പിക്കുന്നത്. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ട്? ഒരു പ്രയോജനമില്ല. ഇപ്പൊ മുദ്ര ലോൺ അതെന്നൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നുണ്ട്. നമ്മുടെ തൃശ്ശൂര് ഞാനിനി എടുക്കുക എന്ന് പറയുന്ന ആള് പറയുന്നത് എന്താ? മുദ്ര ലോൺ ആർക്കും കിട്ടിയില്ലെങ്കിൽ കേരളത്തിലുള്ളവരെല്ലാം എന്നെ വിളിച്ചോളാനാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റുമാര് സമരം ചെയ്യും, അപ്പൊ തന്നെ കിട്ടും. ഇവിടെ 1-ാം മോഡി ഗവൺമെന്റിൽ ഏറ്റവും വലിയ ചതി, രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തി നോട്ട് നിരോധനമാണ്. ഈ നോട്ട് നിരോധനത്തോടുകൂടി രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മുഴുവൻ തകർന്നില്ലേ? നിങ്ങൾ തന്നെ ആരോടെങ്കിലും പണം കടം ചോദിച്ചാൽ കിട്ടുമോ? ഇപ്പോ കച്ചവടക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മേടിക്കുന്നു, വ്യക്തികൾ മേടിക്കുന്നു, കിട്ടുമോ? ഇല്ല, കിട്ടില്ല. റിയൽ എസ്റ്റേറ്റ്, നിർമ്മാണ മേഖല തുടങ്ങിയ സർവ്വ മേഖലകളും തകർന്നില്ലേ? ഇത് സ്ഥലക്കച്ചവടം നടക്കുന്നില്ല, ബിൽഡിംഗ് നിർമ്മാണങ്ങൾ നടക്കുന്നില്ല, വിൽപ്പനകൾ നടക്കുന്നില്ല. കാരണം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. ഈ ഗ്യാരണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ട, ഭരണഘടന മതി. ഭരണഘടനയിൽ പറയുന്ന ഒരു പൗരന്റെ ജീവനിക്കാനുള്ള അവകാശം, ആ അവകാശങ്ങളാണ് നൽകേണ്ടത്. ഇവിടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. പിന്നെ 22-ാം തീയതി അയോധ്യയില് രാമക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിനൊന്നും ഞങ്ങളെതിരല്ല, വിശ്വാസത്തിനും എതിരല്ല. അത് ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യങ്ങളാണ്. വിശ്വാസമോ വിശ്വാസമില്ലാതിരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ എന്തിനാണ് അവിടെ കുറെ ആളുകളെ ആക്ഷേപിക്കുന്നത്? എന്തുകൊണ്ടാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന്റെ പൂർവ്വചരിത്രം പറയാത്തത്? അവിടെ ഇതിനു മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത്? വേറൊരു ആരാധനയിലെ ഉണ്ടായി. കോടതിയുടെ വിധി വന്നിട്ടുണ്ടാവും, ഞാൻ അനുകൂലിക്കുന്നു. സാങ്കേതികമായി ശരിയാണ്, പക്ഷെ ഒരു ചരിത്രമല്ലേ? ആ ചരിത്രം എന്തുകൊണ്ട് പറയാൻ മടിക്കുന്നു? ആ ചരിത്രത്തിന്റെ പേരിൽ എന്തിന് ഒരു സമുദായത്തിനെ ആക്ഷേപിക്കുന്നു? അതുണ്ടായിരുന്നത് കൊണ്ട് അതിന് ചില ഇവിടുത്തെ കേരളത്തിലുള്ള ചില മത നേതാക്കന്മാരും ഒക്കെ അതിനെ അനുകൂലിക്കുന്നു. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഒന്നിന് നിറം മാറുമെന്നൊക്കെ പറയുന്നത് പോലെ ചില ആളുകൾക്ക് നിറം മാറിയില്ലെങ്കിൽ ED പേടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാരണം ED, കേന്ദ്ര ഏജൻസികൾ, ഇവരൊക്കെ ഈ ആളുകളെ ചിലപ്പോ വന്നിങ്ങനെ കണ്ടുപിടിക്കുന്നവർക്ക് പിടിക്കും. അപ്പോ പല പേരിലുണ്ടാക്കിയിരിക്കുന്ന സമ്പത്ത് അത് ആസ്വദിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിന്റെ പേരിൽ ചിലപ്പോൾ ജയിലിൽ പോണം. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് UAP ഇപ്പൊ കടയിൽ പോയി മേടിക്കുന്നവരൊക്കെ ആരോട് ഇഷ്ടമല്ല, ഇഷ്ടമുണ്ട്. ആര് എന്നാലും ഉടനെ തന്നെ ഇപ്പൊ ലോക്കൽ പോലീസും ഇപ്പൊ അതാണ് ആവർത്തിക്കുന്നത്. കേന്ദ്ര ഏജൻസികളായിരുന്നു, പക്ഷേ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ ഓർക്കണം, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറഞ്ഞു ശത്രുക്കൾക്ക് പോലും UAP നടപ്പിലാക്കരുത്. അന്ന് അത് നടപ്പിലാക്കിയതാരാ? കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. ആ ഗവൺമെന്റ് തന്നെ ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും UAP പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ പഴംപൊരിയും പരിപ്പൊടിയും മേടിക്കാൻ പോണ പോലെ ഇന്ത്യ UAP ഇടിക്കുക. കാരണം എന്താ? UAP ഇട്ടാൽ
ഒരു പൗരന്റെ സർവ്വ സ്വാതന്ത്ര്യവും 2 വർഷത്തേക്ക് ഇല്ലാണ്ടാവും. 2 വർഷം ജയിലിൽ കിടക്കണം. കോടതി ഇത് പരിഗണിക്കുന്നില്ല. 2 വർഷത്തിന് ശേഷമാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. അത് ലോവർ കോടതിയിൽ നിന്ന് കിട്ടില്ല, ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതിയിൽ നിന്ന് കിട്ടൽ വളരെ അപൂർവമാണ്. സുപ്രീം കോടതിയിൽ പോകണം. ഒരു സാധാരണക്കാരൻ അന്നന്ന് ജീവിക്കുന്ന ഒരാൾ, ആ ആള് സുപ്രീം കോടതിയിൽ ഒരു കേസുമായി പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ വക്കീലിന് കൊടുക്കണം, അവൻ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ ഭരണഘടനയെ മാറ്റിവെച്ചുകൊണ്ട് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളെ, ഭരണവർഗം ജയിലിലിടാൻ കണ്ടിരിക്കുന്ന മാർഗമാണ്. ഒരുപാട് UAP ചുമത്തേണ്ട പല കേസുകളുണ്ടാവും, അതൊക്കെ നടക്കട്ടെ. പക്ഷെ സാധാരണക്കാരൻ മുദ്രാവാക്യം വിളിച്ചാൽ UAP ആണ്. അപ്പൊ നമുക്കൊന്നും മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, പ്രസംഗത്തിൽ ചില പരാമർശങ്ങൾ പാടില്ല. നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടു, ഞാൻ അടുക്ക് പേപ്പറായിട്ട് വന്നെന്ന് പറയുന്നത്. കാരണം എന്താ, ഇതിനൊക്കെ മാറിപ്പോയാൽ, മനുഷ്യന്റെ സ്വതസിദ്ധമായ രീതിയിൽ പ്രസംഗിച്ചാൽ ഉടനെ ഒരു UAP. കാരണം UAP അലങ്കാരമാക്കിക്കൊണ്ടിരിക്കുക. ആ UAPയുടെ പേരിൽ ഇവിടെ സംസാരിക്കുന്ന ആളുകൾ, പത്രത്തിൽ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, എന്തിന് നല്ല രീതിയിൽ നിയമം നടപ്പാക്കുന്ന പോലീസുകാരുടെ അവസ്ഥ എന്താണ്? ഒന്നെങ്കിൽ അവനെ ചാപ്പൂത്തും, ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇസത്തിന്റെ പേരിൽ, ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധത്തിന്റെ പേരിൽ. ഞാൻ പലപ്പോഴും പല മുസ്ലിങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ചില ആളുകളായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധന്മാരാണ്, ആദർശനിഷ്ഠയുള്ളവരാണ്. പക്ഷെ ഇപ്പൊ അവർക്കൊരു കുഴപ്പമുണ്ട്, ഞങ്ങൾ മതേതരവാദികളാണ് എന്നും കൂടി തെളിയിക്കണം. ആ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഭരണഘടന പറയുന്ന, നിയമം പറയുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ ഇന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് അവരെ വീർപ്പമുട്ടിക്കുക. ചില ആളുകളോട് സംസാരിക്കാൻ പാടില്ല, ചില ആളുകൾക്ക് അനുകൂലമായി നിൽക്കാൻ പാടില്ല. കാരണം അവൻ കുറ്റം ചെയ്തിട്ടില്ല. പക്ഷെ അവരനുകൂലമായി നിന്നാലും അവരെ ചാപ്പുകൂട്ടും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താഗ്രഹിക്കുന്നോ, പ്രത്യേകം ഒരു വിഭാഗം ഞങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് ഇന്ത്യയിൽ നടക്കണം, അത് കേരളത്തിൽ നടക്കണം. ഇങ്ങനെ ഭരണഘടനയെ അവകാശമാക്കിക്കൊണ്ട്, ഭരണഘടനയുടെ IPC സെക്ഷൻ, അതുപോലെ തന്നെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന CRPC, ഇതൊക്കെ മാറ്റി അതൊക്കെ നമ്മൾ പഠിക്കണം. ചില സംസ്കൃത വാക്കുകൾ ചേർത്ത് സംഗതി നല്ലതാണ്. നിയമങ്ങൾ മാറ്റുന്നത് മനുഷ്യന് ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെടട്ടെ. പക്ഷെ അത് ഞങ്ങളുടേതാക്കി മാറ്റണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, ഈ ചരിത്രങ്ങളെല്ലാം ഇന്ന് പുറകോട്ട് പോവുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് ഐതിഹ്യങ്ങളൊക്കെ ചരിത്രങ്ങളാകുകയും, ചരിത്രങ്ങളൊക്കെ ഇന്ന് ഐതിഹ്യങ്ങളാകുകയും, ഐതിഹ്യങ്ങൾ ചരിത്രങ്ങളാകുകയുമാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ്. ഈ ഇതുകൊണ്ടാണ് ഭരണഘടന ഉണ്ടായിട്ട് പോലും ഞാൻ ഗ്യാരണ്ടി എന്ന് മോഡി പറയുമ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനം ഈ IPCയും അതുപോലെ തന്നെ ഭരണഘടനയുടെ ചില നിയമ ഭേദഗതികളും ഒക്കെ കൊണ്ടുവന്നു. പ്രതിപക്ഷ നിര പാർലമെന്റിൽ ഉണ്ടായിരുന്നു. 150ഓളം വരുന്ന MPമാരെ പാർലമെന്റിലുണ്ടായ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണങ്ങൾ അറിയണമെന്ന് അവർ പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഇന്ന് ജയിപ്പിച്ചു വിടുന്ന MPമാര് അവര് പോകുന്നത് റേഷൻ കടയിലോ മാർക്കറ്റിലോ ഒന്നുമല്ല. അവര് പോകുന്നത് ഭരണഘടനാ അടിസ്ഥാനമായിട്ടുള്ള പാർലമെന്റിലാണ്. ഇന്ത്യയുടെ പാർലമെന്റിലാണ് ഇന്ത്യയുടെ ഭരണഘടനയെ മാറ്റം വരുത്താനും
കൂട്ടിച്ചേർക്കാനും അല്ലെങ്കിൽ ഭരണഘടനാപരമായ ചർച്ചകൾ നടത്തേണ്ടതും അതിന് തീരുമാനങ്ങൾ എടുക്കേണ്ടതും പുതിയ ബില്ലുകൾ കൊണ്ടുവരേണ്ടതും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട സ്ഥലം അവിടെയാണ്. അത് ഒരു വിഷയമെടുക്കുമ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ നടപ്പിലാക്കുമ്പോൾ അത് വളരെ ദിവസങ്ങൾ മണിക്കൂറുകൾ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വേണം നിയമം പാസ്സാക്കാൻ. പക്ഷേ അവിടെ പ്രതിഷേധിച്ചു എന്നുള്ള കാരണം കൊണ്ട് 71 പ്രാവശ്യമായിട്ടാണ് 150 എംപിമാരെ ഇന്ത്യയുടെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് മോഡി ഗവൺമെന്റ്. ഭരണഘടനയ്ക്ക് എന്താണ് വില? ഞാൻ ഗ്യാരണ്ടി എന്ന് പറയുന്ന നരേന്ദ്രമോദി പാർലമെന്റിനെ നോക്കുകുത്തിയാക്കുന്ന രീതിയിൽ എംപിമാരെ സസ്പെൻഡ് ചെയ്യുക. അവിടെ ബില്ലുകൾ പാസ്സായി, ചർച്ച കഴിഞ്ഞു. ആ ചർച്ച നടത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പാർലമെന്റ് അംഗങ്ങളായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയുടെ ആളുകളെ സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് അതിന്റെ ചില ആളുകളൊക്കെ ചില സ്ഥലത്തൊക്കെ നിന്ന് അത് ആർജവുമുള്ള ആളുകളാണെങ്കിൽ കുറെ കൂടി കാര്യപ്രാപ്തമായ രീതിയിൽ സമരം ചെയ്യും. അത് ചെയ്യാതെ ചില ആളുകൾ ചില സ്ഥലത്ത് നിന്ന് ഒളിച്ചു നിൽക്കുന്ന കണക്ക് ഞങ്ങൾ പ്രതിഷേധിക്കുക. 2 മണിക്കൂർ പ്രതിഷേധം, 1 മണിക്കൂർ പ്രതിഷേധം. അവിടെ കൃത്യമായ രീതിയിൽ പ്രതിഷേധിക്കാൻ പോലും പ്രതിപക്ഷത്തിന്റെ എംപിമാർക്ക് മനസാന്നിധ്യമില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ അവസ്ഥ മാറ്റാൻ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അല്ല ആവശ്യം. പാർലമെന്റില് അല്ലെങ്കിൽ രാജ്യത്ത് മുഴുവനായി ഇന്ത്യയുടെ ഭരണഘടന, ഈ ഭരണഘടനയുടെ ഓരോ ഭാഗങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോ നോട്ടിഫിക്കേഷൻ ഇറങ്ങിക്കഴിഞ്ഞു. 2024 ഏപ്രിൽ മാസം തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അംഗമായിട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ട് എടുക്കുന്ന ആളെ പ്രതിപക്ഷത്തിന്റെയും പ്രധാനമന്ത്രിയുടെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെയും സാന്നിധ്യത്തിലാണ് ഇത്രയും കാലം എടുത്തിരുന്നത്. പക്ഷേ ഭരണഘടന എടുത്തു മാറ്റി പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നു. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യം ഇനി മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതിൽ വേണ്ട. പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു മന്ത്രി മതി എന്ന് പറഞ്ഞാൽ ഞാനും മാമ, നീയും മാമ. ഞാൻ പറയും, നീ കേൾക്കും. നീ പറയുന്നത് ഞാനും കേൾക്കും. ആര് പറയുന്നത്? RSS എന്ന് പറയുന്നോ അത് ഞങ്ങൾ കേൾക്കും. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആള് തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് വരും. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി മുതൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ പോകുന്നത്. അതിന്റെ വിശ്വാസ്യതയും അതിന്റെ സുതാര്യതയും അതിന്റെ നടത്തിപ്പ് രീതികളുമൊക്കെ എത്രത്തോളം ഉണ്ടാകുമെന്ന് ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാ മേഖലകളിലും ഇതുപോലെ പോയിക്കൊണ്ടിരിക്കുക. ഈ രീതിയിലുള്ള പ്രവർത്തനവുമായി പോയാൽ പാർലമെന്റില് പുതിയ പാർലമെന്റ് വന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. പുതിയ പാർലമെന്റ് യഥാർത്ഥത്തിൽ ഭരണഘടന അധിഷ്ഠിതമായ സ്ഥാപനം. ഈ ഭരണഘടന അധിഷ്ഠിതമായ സ്ഥാപനത്തിൽ അതിന്റെ ഉദ്ഘാടനം നടത്തേണ്ടതാരാ? ഭരണഘടനാപരമായിരിക്കുന്ന രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ അതുപോലെയുള്ള ആളുകളൊക്കെ ആയിരിക്കണം. പക്ഷെ അവിടെ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്താരാ? പൂജാരിമാർ ഉദ്ഘാടനം ചെയ്യേണ്ട രാമക്ഷേത്രം പ്രധാനമന്ത്രി. എന്തൊരു വിരോധാഭാസം! ആ വിരോധാഭാസം ഭരണഘടനാപരമായി ചെയ്യേണ്ടതിൽ രാഷ്ട്രപതി എവിടെ പോയി? രാഷ്ട്രപതി എന്തുകൊണ്ട് വിളിച്ചില്ല? 1, അവരൊരു സ്ത്രീയാണ്. 2, അവർ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നു. എവിടെ നിൽക്കുന്നു ചാതുർവർണ്ണ്യം? എവിടെ നിൽക്കുന്നു ജാതി വ്യവസ്ഥ? എവിടെയുണ്ട് സ്ത്രീ സുരക്ഷ? സ്ത്രീകൾക്ക് ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുമെന്ന് പറയുന്ന രാജ്യത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ടുള്ള സ്ത്രീ എവിടെ നിൽക്കുന്നു? എവിടെയാണോ ഗ്യാരണ്ടി? എവിടെയാണ് ഭരണഘടന? ഭരണഘടന അടിസ്ഥാനമാക്കി തന്നെയാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഇല്ലെങ്കിൽ ചില ദാതകൾ,
ചില ഗുണ്ടകൾ, ചില തെരുവ് ചട്ടമ്പികൾ ഭരിക്കുന്നത് പോലെ നാട്ടില് ചില ഗുണ്ടകൾക്ക് നമ്മളൊരു പേരിടും, ആ പ്രദേശത്തിനനുസരിച്ച് അതുപോലെയുള്ള ചില പ്രയോഗങ്ങളിലേക്ക് വിളിക്കും ആളുകൾ എന്ന രീതിയിലാണ് ഇന്ന് രാജ്യത്തെ ഭരണം നിയന്ത്രിക്കുന്നത്. ഭരണഘടന മാറ്റിവെക്കുന്നു. എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയോട് പറയാനുള്ളത്, പൊതുജനങ്ങളോട് പറയാനുള്ളത്, ഇവിടുത്തെ കോൺഗ്രസുകാരും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഏതാണ്ട് എങ്ങോട്ടേക്കൊക്കെ പോകണമെന്നൊക്കെ തീരുമാനമൊക്കെ ആയിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്നല്ല, കർണാടകയിൽ പുതിയ ലേറ്റസ്റ്റ് പറയുന്നത് കോൺഗ്രസിന്റെ മന്ത്രിസഭയാണ്. ആ കോൺഗ്രസിന്റെ മന്ത്രിസഭയിൽ നിന്ന് 30 MLA-മാര് BJP-യിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പൊ ആര് വരും മുഖ്യമന്ത്രി? BJP-യുടെ മുഖ്യമന്ത്രി. എവിടെ നിൽക്കുന്നു കോൺഗ്രസ്? കേരളത്തിലെ സ്ഥിതി എന്താ? വാടാ 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 വാടാ. നേതാക്കന്മാര് നമ്മളിൽ ഒരു ഐക്യമില്ല, ഏകീകരണമില്ല, പ്രസ്താവനകൾ നടത്തുന്നതിലില്ല. അവരാരൊപ്പം നിൽക്കുന്നു? ചില കോൺഗ്രസ് നേതാക്കന്മാര് അവർ കോൺഗ്രസിന് വേണ്ടി നിൽക്കുമ്പോ അവരെ തെറ്റിദ്ധരിപ്പിച്ച് പൊതുജനങ്ങളുടെ മുമ്പിൽ അവകാശമാക്കി BJP-യിൽ വിടാൻ ചില കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ കേരളത്തിൽ വ്യഗ്രത കാട്ടിക്കൊണ്ടിരിക്കുക. കാരണം അവരെ ചാപ്പ് കുത്തുകയാണ്. അവരങ്ങനെ ചാപ്പ് നയം. ഇത് അല്ല, ഭരണഘടനയാണ് രാജ്യത്ത് നിലനിൽക്കേണ്ടത്. ഭരണഘടന അടിസ്ഥാനമായി പോണം. മോഡിയല്ല രാജ്യത്തെ ഗ്യാരണ്ടി, ഭരണഘടനയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ യോഗം.